ഇന്നലകളിൽ ഭാഗം 33. മാനസി! ശ്യാം കാറ്റുപോലെ അവൾക്കടുത്തേക്ക് പാഞ്ഞു. ഒരു മൂലയിൽ കുനിക്കൂടിയിരിക്കുന്ന അവളുടെ തോളിൽ അവൻ പിടിച്ചതും മാനസി തളർന്ന് അവന്റെ ദേഹത്തേക്ക് വീണിരുന്നു. ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ അവനും പരിഭ്രമിച്ചു നിന്നു. താനും തളർന്നു പോകുന്നത് പോലെ അവന് തോന്നി. മാനസി, മാനസി, കണ്ണു തുറക്ക്! ശ്യാം അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. എല്ലാവർക്കും വല്ലാതെ ഭയം തോന്നി. ഇതാദ്യമായല്ല ഇങ്ങനെ മാനസി തളർന്നു വീഴുന്നത്. എല്ലാവരുടെയും ഉള്ള ആ ചിന്തയിലൊന്ന് കിടുങ്ങി. അവൻ അവളെ എടുത്ത് കട്ടിലിലേക്ക് കയറ്റി കിടത്തി. അമ്മേ, ആ വെള്ളം എടുത്തേ. സരസ്വതി എടുത്തു കൊടുത്ത വെള്ളം അവളുടെ മുഖത്ത് തളിക്കുമ്പോൾ അറിയാവുന്ന സകല ദൈവങ്ങളെയും വിളിച്ചവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. വെള്ളം മുഖത്ത് വീണതും മാനസിയുടെ കണ്ണുകളൊന്ന് ചുളുങ്ങി. അവൻ അല്പം വെള്ളം കൂടെ തളിച്ചതും അവൾ മിഴി ചിമ്മി തുറന്നു. മാനസി! ശ്യാമിന്റെ വിളി കേട്ടാണ് മാനസി അവനെ നോക്കിയത്. നിറഞ്ഞു തുളുമ്പാൻ വെമ്പി നിൽക്കുന്ന അവന്റെ മിഴികൾ കണ്ടതും മറ്റൊന്നും ചിന്തിക്കാതെ ഒറ്റ കുതിപ്പിന് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവന്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി. ചന്ദ്രനും ശിവയും സരസ്വതിയും വേഗം മുറിവിട്ട് പുറത്തിറങ്ങി മുറിയുടെ വാതിലടച്ചു. അവരിപ്പോൾ തനിച്ചിരിക്കുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നി. അവളെ പൊതിഞ്ഞു പിടിച്ച അവന്റെ കൈകളും അവനെ പുണർന്ന അവളുടെ കൈകളും വല്ലാതെ ഇരുവരുടെയും ശരീരത്തിൽ മുറുകിയിരുന്നു. നെഞ്ചിടിപ്പ് വല്ലാതെ ഉയർന്നിരുന്നു. അവന്റെ നെഞ്ചിടിപ്പിന്റെ തീവ്രത അവളോട് വിളിച്ചോതുന്നുണ്ടായിരുന്നു. അവൻ എന്തുമാത്രം ഭയന്നിരുന്നു എന്നത്. ശ്യാം അവളുടെ മുഖം കയ്യിലെടുത്ത് മുഖത്താകെ തെരുതെരെ ചുംബിച്ചു. അവന്റെ മിഴിനീരും ആ ചുംബനത്തിൽ കലർന്നിരുന്നു. അവളിൽ മുറുകിയ അവന്റെ കൈകൾ തെല്ലൊന്നയഞ്ഞതും മാനസി പൊടുന്നനെ അവന്റെ ഷർട്ടിൽ ഇറുകെ പിടിച്ചുകൊണ്ട് അവനെ അവളോട് അടുപ്പിച്ചു. അവളുടെ പ്രവൃത്തിയിൽ അവനാകെ തറഞ്ഞുപോയി. പോവല്ലേ ശ്യാം, എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ. എന്റെ കയ്യിൽ എന്റെ മനസ്സ് നിൽക്കുന്നില്ല, പോവല്ലേ. അവൾ ഒരു അപേക്ഷയോടെ അവനോട് പറഞ്ഞു. ഇല്ല ഇല്ല മാനസി, ഇല്ല, പോവില്ല, നിന്നെ ഒറ്റയ്ക്കാക്കി പോവില്ല. അവളെ മുറുകെ പുണർന്നുകൊണ്ട് അവൻ പറഞ്ഞു. മാനസി അവന്റെ മടിയിലേക്ക് കയറിയിരുന്ന് അവന്റെ കഴുത്തിലൂടെ കൈചുറ്റി കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ പ്രവൃത്തികളെല്ലാം കണ്ട് അവന്റെ നെഞ്ചു പിടഞ്ഞു. മാനസി, മാനസി, ഒന്നുമില്ല, എന്നെ നോക്ക്. അവൻ അവളുടെ മുഖം ബലമായി അവന് നേരെ പിടിച്ചുയർത്തി. എനിക്ക് വയ്യ ശ്യാം, നെഞ്ചൊക്കെ വിങ്ങി പൊട്ടുന്ന പോലെ. എന്തിനാ പപ്പയും അമ്മ എന്നോട് ഇങ്ങനെ ഇപ്പൊ സ്നേഹം കാണിക്കുന്നത്? എനിക്ക് അതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. സമനില തെറ്റും പോലെ തോന്നുക. എനിക്ക് പേടിയാവുന്നു ശ്യാം. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഭ്രാന്ത് പിടിക്കും പോലെ തോന്നുക. അവൾ അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചുലച്ചുകൊണ്ട് വാക്കുകൾ പെറുക്കിക്കൂട്ടി പറഞ്ഞു. പറ ശ്യാം, പപ്പയോട് പറ, എന്നെ ഇനി വിളിക്കല്ലെന്ന് പറ. മാനസി പൊട്ടിക്കരഞ്ഞു. ഇല്ല മാനസി, ഇല്ല ഇല്ല, ഇനി പപ്പ വിളിക്കില്ല, ഞാൻ പറയാം. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി. അവൾ ഒരു പൂച്ചക്കുഞ്ഞിലെ പോലെ അവന്റെ മാറിൽ പറ്റിപ്പിടിച്ചിരുന്നു. ശ്യാം, എനിക്കിത്തിരി വെള്ളം വേണം. തൊണ്ട വല്ലാതെ വരളുന്നു, അവളൊരു തളർന്ന സ്വരത്തിൽ പറഞ്ഞു. അവൻ അവളെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി കട്ടിലിലേക്ക് ഇരുത്താൻ ശ്രമിച്ചപ്പോൾ മാനസി ഒന്നുകൂടെ അവനെ മുറുകെ പിടിച്ചിരുന്നു. ശ്യാം അവളെ അടർത്തി മാറ്റാതെ തന്നെ കൈ എത്തിച്ച് ടേബിളിലിരുന്ന വെള്ളമെടുത്ത് ഗ്ലാസ്സിലേക്ക് പകർത്തി അവളുടെ ചുണ്ടോടടുപ്പിച്ചു കൊടുത്തു. മാനസി അവനെ നോക്കിക്കൊണ്ട് തന്നെ വെള്ളം കുടിച്ചു. ശ്യാം മടിയിലിരിക്കുന്ന അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ ഹെഡ്രസ്സിലേക്ക് ചാരിയിരുന്നു. അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. ഉറക്കം വരുന്ന പോലെ തോന്നുന്നു ശ്യാം, കണ്ണ് അടഞ്ഞു പോകുന്നു. മാനസി അവന്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി പറഞ്ഞു. ഉറങ്ങിക്കോ. അവളുടെ നെറ്റിയിൽ അവൻ അധരങ്ങൾ ചേർത്തു. അവൾ അവനെ നോക്കി തലയാട്ടി.
ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ഇപ്പൊ നിന്നെ അലട്ടുന്നതെല്ലാം മാഞ്ഞു പൊക്കോളും. അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു. തലയിൽ ആരോ തലോടുന്നതറിഞ്ഞാണ് ശ്യാം കണ്ണു തുറന്നത്. മാനസിയെക്കുറിച്ചുള്ള ചിന്തകളിൽ അകപ്പെട്ട അവന്റെ മനസ്സ് ചുറ്റും നടക്കുന്നത് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കണ്ണു തുറന്നു നോക്കിയ ശ്യാം മുന്നിൽ നിൽക്കുന്ന ചന്ദ്രനെയും സരസ്വതിയെയും നോക്കി വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു. അവരോട് മഹി അവളെ വിളിച്ചതും പിന്നീടുണ്ടായതുമെല്ലാം പതിഞ്ഞ സ്വരത്തിൽ അവൻ പറയുമ്പോൾ രണ്ടാളും വേദനയോടെ മാനസിയെ നോക്കി. ശ്യാമിന്റെ മടിയിൽ അവന്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് മയങ്ങിപ്പോയ മാനസിയുടെ തലയിൽ ചന്ദ്രൻ മെല്ലെ ഒന്ന് തലോടി. മാനസി ഒന്ന് കുറുകി ഒന്നുകൂടെ അവന്റെ നെഞ്ചിലേക്ക് പറ്റിക്കൂടി. അവന്റെ കൈകളും അവളിൽ മുറുകി. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ ശരിയാവോടാ, സരസ്വതി ശ്യാമിന്റെ കവിളിൽ അരുമയായി തഴുകി പറഞ്ഞു. കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അമ്മേ, അവന്റെ സ്വരമിടറി. നീ പേടിക്കാതെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവളൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ശരിയാവും. ചന്ദ്രൻ അവന്റെ തലയിൽ തഴുകി. ശ്യാം കണ്ണുകൾ അടച്ച് ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവരെ നോക്കി. കുറച്ചു ദിവസം നിങ്ങൾ എങ്ങോട്ടെങ്കിലും തനിച്ചൊന്ന് മാറി നിൽക്ക്. അവളുടെ മനസ്സൊന്ന് ശാന്തമായി കഴിയുമ്പോൾ തിരിച്ചു വന്നാൽ മതി. നിങ്ങൾ മാത്രമായിട്ട് കുറച്ചു ദിവസം. ചന്ദ്രൻ അവനെ നോക്കി പറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞിരുന്നച്ചാ, പക്ഷേ ആ സമയത്തായിരുന്നു ആക്സിഡൻ്റൊക്കെ. പിന്നെ അതൊട്ട് നടന്നതുമില്ല. ഈ അവസ്ഥയിൽ ഇവളെയും കൊണ്ട് പോകാൻ കഴിയില്ല. ശ്യാം ദയനീയമായി അവരെ നോക്കി. എന്നാ ഞങ്ങൾ കുറച്ചു ദിവസം മാറി നിൽക്കാം. എല്ലാം ഒന്ന് ശരിയാവും വരെ ഞങ്ങൾ തറവാട്ടി പോയി നിൽക്കാം, സരസ്വതി പറഞ്ഞു. അമ്മേ, അത് സരസ്വതി പറയുന്നതിലും കാര്യമുണ്ടടാ. ഇപ്പോ നീ മറ്റൊന്നും ചിന്തിക്കണ്ട, മോളെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. എന്തോ പറയാൻ തുടങ്ങിയ ശ്യാമിനെ പറഞ്ഞു പൂർത്തിയാക്കാൻ തയ്യാറാവാതെ ചന്ദ്രൻ പറഞ്ഞു. ഒന്നുമില്ലടാ, നീ സമാധാനിക്ക്, എല്ലാം ശരിയാവും എന്നെ മനസ്സ് പറയുന്നു, സരസ്വതി ശ്യാമിനോട് പറഞ്ഞു. ശ്യാം അവരെ ഒന്ന് നോക്കി. ശരിയാവും അമ്മേ, ഇനി ഈ വേദന എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. എൻ്റെ പെണ്ണിൻ്റെ കണ്ണ് നനയ്ക്കുന്നത് എന്തായാലും അത് അവളുടെ നിഴൽവെട്ടത്ത് പോലും വരാൻ ഞാൻ സമ്മതിക്കില്ല. അതിപ്പോ അവളുടെ അച്ഛനായാലും അമ്മ ആയാലും ആരായാലും. ശ്യാമിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു അവന് അവളോടുള്ള കരുതലും സ്നേഹവും. സരസ്വതിയും ചന്ദ്രനും അവനെ നോക്കി നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിച്ചു. സരസ്വതി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് അവന്റെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് താഴേക്ക് പോയി. ശ്യാം അവളെ പതിയെ കട്ടിലേക്ക് എടുത്തു കിടത്തി. അഗാധമായൊരു മയക്കത്തിലേക്ക് നിമിഷങ്ങൾ കൊണ്ട് അവൾ വീണുപോയിരുന്നു. നിറകണ്ണാലെ അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ഫോൺ എടുത്ത് രേവതിയുടെ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ അവന്റെ നെഞ്ചിടിപ്പ് അവന് തന്നെ കേൾക്കാമായിരുന്നു. ശ്യാം, അവൾ ഒരുപാട് സ്ട്രെസ്ഡ് ആകുന്നുണ്ട്. ഇത് ദോഷം ചെയ്യും. അച്ഛനും അമ്മയും അവളെ വിളിക്കുന്ന നിമിഷങ്ങൾ അവളുടെ ഉള്ളിലെ മുറിവിനെ കുത്തി പഴുപ്പിക്കും പോലെയാണ്. ശ്രദ്ധിക്കണം. ഒരു പക്ഷേ അവളെ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിക്കും. രേവതിയുടെ വാക്കുകൾ ഓരോന്നും ഒരു ഇടുത്തി പോലെയാണ് അവന്റെ നെഞ്ചിൽ പതിച്ചത്. മാനസി കണ്ണു തുറക്കുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. പതിയെ കട്ടിലിൽ നിന്നും എണീറ്റതും അവൾക്ക് ആകെ ഒരു പെരുപ്പ് തോന്നി. കുറച്ചു സമയം വേണ്ടി വന്നു അവൾക്ക് ഇതുവരെ സംഭവിച്ചതെല്ലാം ഓർത്തെടുക്കാൻ. അറിയാതെ തന്നെ ആ കണ്ണുകൾ വീണ്ടും ഈറനണിഞ്ഞു. പെട്ടെന്നാണ് വയറിന് മീതെ ഇരു കൈകൾ അമർന്നതും കഴുത്തിൽ നനുത്ത ചുണ്ടുകൾ അമർന്നതും. ഒരു നിശ്വാസത്തിൻ ചൂടിൽ അവൾ ഒന്നുയർന്നു പൊങ്ങി. വെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി. നിറ കണ്ണുകളോടെ നിൽക്കുന്ന അവളെ കണ്ടതും അവന് നെഞ്ചിലെന്തോ കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നി. അവളുടെ കവിളിൽ കൈ ചേർത്ത് വെച്ച് അവൻ അവളെ തന്നോട് അടുപ്പിച്ചു. ഞെട്ടി അവനെ മുഖമുയർത്തി നോക്കിയ നിമിഷം അവളുടെ ചുണ്ടുകളെ അവൻ കവർന്നിരുന്നു. അവളുടെ കൈകൾ അവന്റെ തോളിൽ അമർന്നു. അവളുടെ ഉള്ളിൽ അലട്ടുന്ന ചിന്തകളെ പാടെ അകറ്റി മാറ്റാനുള്ള വ്യഗ്രതയായിരുന്നു അവന്റെ അധരങ്ങൾക്ക് ആ നിമിഷം. കിതപ്പോടെ അധരങ്ങൾ അടർന്നു മാറുമ്പോൾ നെഞ്ചിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന അവളെയും ചുറ്റിപ്പിടിച്ച് അവൻ ഭിത്തിയിലേക്ക് ചാരി നിന്നു. ഇരുവരുടെയും ശ്വാസവും ഹൃദയമിടിപ്പും സാധാരണ നിലയിലെത്താൻ അല്പസമയമെടുത്തു. താടിത്തുമ്പിൽ പിടിച്ച് അവളുടെ മുഖമുയർത്തുമ്പോൾ സായം സന്ധ്യയിൽ വാരി വിതറിയ ചുവപ്പിനേക്കാൾ ശോഭ
രക്തമിരച്ചു കയറിയ അവളുടെ കവിളിണകൾക്കുണ്ടെന്ന് അവന് തോന്നി. മെല്ലെ അവളുടെ കവിളിൽ അവന്റെ പല്ലുകൾ ആഴുമ്പോൾ കുറുമ്പോടെ മാനസി അവന്റെ നെഞ്ചിൽ തല്ലി. ഇടുപ്പിലൂടെ കൈകൾ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഒന്ന് പുളഞ്ഞുകൊണ്ട് മാനസി അവനിൽ നിന്ന് അടർന്നു മാറി. അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നിരുന്ന പ്രണയം അവളെ കവർന്നെടുക്കുമെന്ന് തോന്നിയപ്പോൾ നാണം തുളുമ്പിയ മിഴികളോടെ അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി. എന്താണ്, എന്റെ പ്രിയതമയുടെ മുഖം ആകെ ചുവന്നു തുടുത്തല്ലോ. ഒരു കുസൃതി ചിരിയോടെ അവൻ അവളുടെ കാതുകളിൽ പല്ലുകൾ അഴുത്തി. ഇരു കൈകളാലും മുഖം പൊത്തി അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളെ ചേർത്ത് പിടിച്ച അവനും. താഴേക്ക് ചെന്ന മാനസി വീട്ടിലാരുടെയും അനക്കമില്ലാതെ ഒന്ന് സംശയിച്ചു നിന്നു. ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു. ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇല്ല. നോക്കണ്ട, അവരൊക്കെ തറവാട്ടിലേക്ക് പോയി. അവൾ ചുറ്റും നോക്കുന്നത് കണ്ട് മുകളിൽ നിന്ന് ശ്യാം വിളിച്ചു പറഞ്ഞു. അതെപ്പോ പോയി? കുറച്ചു നേരമായി. എന്തേ? അപ്പോ നമ്മൾ പോണില്ലേ? അവൾ താടിക്ക് ചൂണ്ടുവിരൽ ചേർത്ത് ആലോചിച്ചുകൊണ്ട് അവനെ നോക്കിയപ്പോഴേക്കും ശ്യാം താഴേക്കിറങ്ങി വന്നിരുന്നു. കുറച്ചു ദിവസം നമുക്കിടയിൽ നമ്മൾ മാത്രം മതി. അവളുടെ കണ്ണുകളിൽ നോക്കി പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു നിർത്തി. മാനസി അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്തേലും കഴിക്കണ്ടേ? എനിക്ക് വിശക്കുന്നു. മാനസി ശ്യാമിനെ നോക്കി പറഞ്ഞു. അമ്മ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. നീ വാ, നമുക്ക് കഴിക്കാം. അവളെയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് അവൻ നടന്നു. ശ്യാമിന് വിളമ്പി വെച്ചിട്ട് വെള്ളം എടുക്കാൻ മാനസി അടുക്കളയിലേക്ക് പോയി. വെള്ളവും കൊണ്ട് അവൾ തിരികെ വരുമ്പോൾ അവൾക്ക് പ്ലേറ്റിലേക്ക് അവൻ ആഹാരം വിളമ്പി വെച്ചിരുന്നു. മാനസി വായിലേക്ക് വെക്കാൻ പോയ ഒരു പിടി ചോറ് അവൻ അവളുടെ കൈ തിരിച്ച് അവന്റെ വായിലേക്ക് വെപ്പിച്ചു. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഒരു പിടി ചോറ് അവനും അവൾക്ക് വാരിക്കൊടുത്തു. അപ്പോൾ തന്നെ അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നു, അവന്റെയും. എന്തെങ്കിലും ഹെൽപ്പ് വേണോ ഭാര്യയെ? ആഹാരം കഴിച്ച് പ്ലേറ്റ് കഴുകി വെക്കുകയായിരുന്ന മാനസിയോട് ശ്യാം ചോദിച്ചു. തൽക്കാലം ഒന്നും വേണ്ട കെട്ടിയോനെ. നനഞ്ഞ കൈവിരലുകളാൽ അവന്റെ മൂക്കിലൊന്ന് വലിച്ചുവിട്ട് ചിരിയോടെ അവൾ പറഞ്ഞു. അവളെല്ലാം ഒതുക്കി തീർക്കുമ്പോൾ അടുക്കള സ്ലാബിൽ കയറി അവനിരുന്നു. ചിരിയോടെ അവരുടെ സംസാരം തുടർന്നു. ആഗ്രഹങ്ങളിലും ഇഷ്ടങ്ങളിലും തുടങ്ങിയ സംസാരം അവസാനിച്ചത് പ്രണയത്തിരയിൽ കോർത്തു നിന്ന മിഴികളിലായിരുന്നു. പ്രണയിക്കുന്നവർ എന്നും അങ്ങനെയാണ്. അല്പനേരം അവർക്കായി മാത്രം കിട്ടിയാൽ കുന്നോളം സ്വപ്നങ്ങൾ കൂട്ടിവെച്ച് അവരുടേത് മാത്രമായൊരു ലോകം പണിതുയർത്തും. അത് ചിലപ്പോൾ മധുരമായ മൊഴിവാചകങ്ങളിലൂടെ ആവാം, മറ്റു ചിലപ്പോൾ കഥ പറയുന്ന മിഴിവാചകങ്ങൾ കൊണ്ടാവാം. പ്രണയത്തിന് മാത്രം മനസ്സിലാവുന്ന മൗനവാചകങ്ങൾ. എല്ലാ പണിയും ഒതുക്കി തീർത്തെങ്കിലും മാനസിക്ക് ഉറക്കം ഏതാണ്ട് പോയ മട്ടായിരുന്നു. അത് ശ്യാമിന് മനസ്സിലാവുകയും ചെയ്തിരുന്നു. ഹാളിൽ പോയി TV ഓൺ ചെയ്തിരുന്നു രണ്ടാളും. അവന്റെ നെഞ്ചിലേക്ക് ചാരി അവൾ ദിവാൻ കോട്ടിലിരുന്നു. വെട്ടൻ സിനിമയും കണ്ടിരിപ്പാണ് രണ്ടും. ആദ്യമായി കാണുന്ന ഒരു കൊച്ചു കുട്ടിയുടെ കൗതുകത്തോടെ അവൾ സിനിമയിൽ തന്നെ മുഴുകി. ഓരോ നിമിഷവും നിറവോടെ അവൾ പുഞ്ചിരി തൂകി. അതേസമയം അവളെ തന്നെ കൗതുകത്തോടെ നോക്കിയിരിപ്പായിരുന്നവൻ. സിനിമ കണ്ട് ചിരിച്ചുകൊണ്ട് മാനസി നോക്കിയത് അവളെ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന ശ്യാമിനെയാണ്. അവൾ അവനെ നോക്കി പുരികമുയർത്തി. ശ്യാം ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി. മാനസി ചിരിച്ചുകൊണ്ട് അവന്റെ മുഖം TVക്ക് നേരെ തിരിച്ചു പിടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം ചേർത്തിരുന്നു. ഏകദേശം 1 മണിയോടടുത്തിരുന്നു സിനിമ തീർന്നപ്പോൾ. അപ്പോഴും ഉറക്കത്തിന്റെ നേരിയൊരു ലാഞ്ചന പോലും അവളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉറക്കം വന്ന് കണ്ണിൽ കുത്തുന്ന അവസ്ഥയിൽ അവനും. വെറുതെ ഓരോ ചാനൽ മാറ്റിയിരിക്കുന്ന മാനസിയെ ശ്യാം ഒന്ന് നോക്കി. ഇനിയും ഇരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതും അവൻ അവളുടെ മടിയിലേക്ക് കിടന്നു. ഉറക്കം വരുന്നുണ്ടോ? അവന്റെ മുടിയിഴകളിൽ വിരലുകൾ ചേർത്തുകൊണ്ട് അവൾ ചോദിച്ചു. ആഹാ, രാത്രി 1 മണിക്ക് ചോദിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ചോദ്യം. കണ്ണടച്ചുകൊണ്ട് തന്നെ അവൻ പറയുന്നത് കേട്ട് അവൾ ഒന്ന് പുഞ്ചിരിച്ചു. എന്നാ വാ, പോയി കിടക്കാം. മാനസി പറഞ്ഞതും ശ്യാം കണ്ണു തുറന്ന് അവളെ നോക്കി. വാ. ചിരിച്ചുകൊണ്ട് അവൾ അവന്റെ കവിളിൽ പിടിച്ചു വലിച്ചു. ഹാവൂ പെണ്ണേ, നോവുന്നു. അവളുടെ കൈ വേർപെടുത്തി അവൻ കവിളൊന്ന് തിരുമ്മി. മാനസി ചിരിച്ചു. റൂമിലേക്ക് കയറാനുള്ള ക്ഷമ പോലും അവനുണ്ടായിരുന്നില്ല. നേരെ അവളെയും ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ ചന്ദ്രന്റെയും സരസ്വതിയുടെയും മുറിയിലേക്ക് കയറി.
ഇത്രയ്ക്ക് അങ്ങോട്ട് ഉറക്കം വരുന്നെങ്കിൽ നേരത്തെ പറയാൻ മേലായിരുന്നോ? അവന്റെ കവിളിലൊന്ന് കുത്തി നെഞ്ചിലേക്ക് കയറി കിടന്നുകൊണ്ട് അവൾ പരിഭവിച്ചു. ശ്യാം ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് നെറുകയിലൊന്ന് മുത്തിയിട്ട് കണ്ണുകൾ അടച്ചു. പെട്ടെന്ന് തന്നെ അവൻ മയങ്ങിപ്പോയിരുന്നു. തന്നെയും ചേർത്ത് പിടിച്ച് ശാന്തമായി ഉറങ്ങുന്ന അവനെ കണ്ണിമ വെട്ടാതെ അവൾ നോക്കിക്കിടന്നു. ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവന്നവൻ, പ്രണയത്തിന്റെ നിറങ്ങൾ ചാലിച്ചവൻ, ഹൃദയത്തിൽ ആധിപത്യം നേടിയവൻ. അവൾ അവന്റെ നെഞ്ചിലേക്ക് കാതുകൾ ചേർത്ത് വെച്ചു. ആ മിടിപ്പിൽ നിറഞ്ഞു നിൽക്കുന്നത് അവളാണെന്ന് തോന്നിപ്പോയി. അവനെ വാരിപ്പുണരാൻ അവളുടെ ഹൃദയം വെമ്പി. ആ തോന്നൽ അറിഞ്ഞെന്ന പോലെ നെഞ്ചിലേക്ക് അവളെ ഒന്നുകൂടെ അടക്കി പിടിച്ചുകൊണ്ട് ഇരു കൈകൾ കൊണ്ടും അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. ആ കരവലയത്തിൽ നിന്ന് മുക്തയാവാൻ ശ്രമിക്കാതെ അവളും. എപ്പോഴോ അവനെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകിയിരുന്ന അവളെ ഉറക്കം തേടിയെത്തി. ഉരുകിത്തീരുന്ന ഹൃദയത്തിലേക്ക് വാരി വിതറിയ ഹിമകണമായിരുന്നു മാനസിക്ക് ശ്യാമിന്റെ പ്രണയം. വരണ്ടുണങ്ങിയ മണ്ണിൽ ഒരു വേനൽ മഴ സമ്മാനിക്കുന്ന കുളിരിൽ നിന്നും ഒരു തൈ പുതുനാമ്പിടുന്ന പോലെ, പിന്നീട് പടർന്ന് പന്തലിച്ച് തണലേകുന്ന ഒരു വൻമരം പോലെയും. ആദ്യമൊക്കെ ഹൃദയത്തിലാകെ കുളിരു പടർത്തിയ സൂത്രവാക്യമായിരുന്നു അവൾക്ക് പ്രണയം. പിന്നെ പിന്നെ പ്രാണനെ പോലും കവർന്നെടുക്കുന്ന ആത്മവാക്യവും. പ്രണയം കൊണ്ട് തകർന്ന അവന്റെ ഹൃദയത്തെ അതേ പ്രണയം കൊണ്ട് കോർത്തെടുത്തവളാണ് മാനസി. ജീവിതത്തിൽ ഇരുളുമൂടിയ ഇന്നലകളിൽ നിന്ന് അവനെ തേടിയെത്തിയ ഒരു നുറുങ്ങുവെട്ടം. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.